നാഷണൽ ഹൈവേ 220 18 മൈലിന് സമീപം 2007 ജൂൺ 6 ബുധനാഴ്ച രാവിലെ 9:45 വാഹനാപകടം. എപ്പോഴും നാം കേൾക്കുന്ന നിരവധി അപകടങ്ങളിൽ ഒന്നായി മാത്രം തള്ളിക്കളയുവാൻ കഴിയുന്നതല്ലായിരുന്നു ആ വാർത്ത. വിധിയുടെ നിഷ്ക്രൂരതയിൽ അവിടെ അണഞ്ഞത് ദീപ്തമായൊരു പ്രകാശനാളമായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇടുക്കി ഭദ്രാസനാധിപൻ ഔഗേൻ മാർ ദിവന്നാസിയോസ് മെത്രാപ്പോലീത്ത. ഔഗേൻ മാർ ദിവന്നാസിയോസ് തിരുമേനി വ്യക്തിപരമായി എനിക്ക് ഏറെ സൗഹൃദമുള്ള, ഞാൻ സൗഹൃദം നിലനിർത്തിയിരുന്ന ഒരു പിതാവാണ്. എല്ലാവരോടും സ്നേഹമായി ഇടപെടുകയും എല്ലാവരെയും തന്നിലേക്ക് കൂടുതൽ ആകർഷിപ്പിച്ച് പെരുമാറുവാൻ തക്കവണ്ണമുള്ള ഒരു ശൈലി, ഒരു സ്വഭാവ ശൈലി തന്നെ തിരുമേനിക്കുണ്ടായി. അതുപോലെ സഭയെക്കുറിച്ച് ഒരു ദർശനം കൃത്യമായി മനസ്സിൽ കാത്തുസൂക്ഷിച്ച് ആ ദർശനം സാക്ഷാത്കരിക്കുവാൻ തക്കവണ്ണം തിരുമേനി വളരെ ശ്രദ്ധിച്ചിരുന്നു, ഇതിനായിട്ട് പ്രയത്നിച്ചിരുന്നു. തേജോമയമാം തിരുനയനം പുഞ്ചിരി തൂകുമാവദനം, സ്നേഹം തുളുമ്പുന്ന മൊഴികൾ എല്ലാം ഒരോർമ്മയായ നാൾ. തേജോമയമാം തിരുനയനം പുഞ്ചിരി തൂകുമാവദനം, സ്നേഹം തുളുമ്പുന്ന മൊഴികൾ എല്ലാം ഒരോർമ്മയായ നാൾ. നാഥ നിൻ രാജ്യത്തിൽ എന്നുടെ താതനെ ചേർത്തണച്ചിടണേ നിത്യം. നാഥ നിൻ രാജ്യത്തിൽ എന്നുടെ താതനെ ചേർത്തണച്ചിടണേ നിത്യം. തേജോമയമാം തിരുനയനം പുഞ്ചിരി തൂകുമാവദനം, സ്നേഹം തുളുമ്പുന്ന മൊഴികൾ എല്ലാം ഒരോർമ്മയായ. മധ്യ തിരുവിതാംകൂറിന്റെ മണ്ണിലൂടെ ഐശ്വര്യം വിതറി കടന്നുപോകുന്ന പുണ്യനദി പമ്പ. നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളും അത്യാകർഷകങ്ങളായ വള്ളംകളികളുമൊക്കെ പമ്പയുടെ പ്രശസ്തിക്ക് മാറ്റുകൂട്ടുന്നു. മാരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ എന്നീ മഹാസമ്മേളനങ്ങൾക്ക് വേദിയൊരുങ്ങുന്നതും പമ്പയുടെ പ്രശാന്ത തീരങ്ങളിലാണ്. ഈ സമ്മേളന കേന്ദ്രങ്ങളുടെയെല്ലാം ഏറെ ദൂരത്തല്ലാത്ത ഐരൂർ ഗ്രാമത്തിൽ തിരുവിതാംകൂറിലെ പ്രശസ്തമായ പകലോമറ്റം താഴമൺ കുടുംബത്തിൽപ്പെട്ട മാവേലിൽ പേരങ്ങാട്ട് ഭവനം 1955 ജൂലൈ 1 വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് വിശാഖം നക്ഷത്രത്തിൽ ഈ ഭവനത്തിലെ മത്തായി കുര്യന്റെയും സാറാമ്മയുടെയും 3ാമത്തെ പുത്രനായി ഒരു ശിശു പിറന്നു. ബിനോയി എന്ന ഈ പുത്രൻ തന്റെ അചഞ്ചലമായ ദൈവിക വിശ്വാസവും അനിതരമായ കർമ്മവൈശിഷ്ട്യവും കൊണ്ട് ബിനോയി അച്ഛനെന്ന ഫാദർ സഖറിയ പേരങ്ങാട്ടായും ഔഗേൻ റംബാനായും ഔഗേൻ മാർ ദിവന്നാസിയോസ് മെത്രാപ്പോലിത്തയായും വളർന്നു. തടിയത്തറ സെയിന്റ് ബെഹനാൻസ് ഓർത്തഡോക്സ് പള്ളിയിലായിരുന്നു ബിനോയിയുടെ മാമോദിസ ശുശ്രൂഷ നടന്നത്. റാന്നിക്കടുത്ത് കരിങ്കുളത്ത് കൃഷിഭൂമിയും വീടുമുണ്ടായിരുന്നതിനാൽ ബിനോയിയുടെ മാതാപിതാക്കളും മൂത്ത സഹോദരങ്ങളും അവിടെയായിരുന്നു താമസം. ഐരൂരിലെ കുടുംബ വീട്ടിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കുമൊപ്പമായിരുന്നു ബിനോയിയുടെ ബാല്യകാലം. 4ാം ക്ലാസ് വരെ ചെറുകോൽപ്പുഴ ഗവൺമെന്റ് സ്കൂളിലും 5ാം ക്ലാസ്സിൽ മദാപ്പാറ മാർത്തോമാ സ്കൂളിലും പഠിച്ച ബിനോയി തുടർന്ന് മാതാപിതാക്കളോടൊപ്പം റാന്നിയിലെ വീട്ടിലെത്തി. റാന്നി SC UP സ്കൂളിലും തുടർന്ന് SC ഹൈസ്കൂളിലും വിദ്യാർത്ഥിയായി
പഠനത്തിൽ സമർത്ഥനായിരുന്ന വിനോയി എക്കാലവും അധ്യാപകരുടെ പ്രിയങ്കരനായിരുന്നു. തുമ്പമൺ ഭദ്രാസനത്തിൽപ്പെട്ട റാന്നി മുക്കാലുമൺ സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയായിരുന്നു വിനോയിയുടെ മാതൃ ഇടവക. ദൈവികാരാധനയിലും നോമ്പനുഷ്ഠാനങ്ങളിലും അടിയുറച്ച നിഷ്ഠ പുലർത്തിയിരുന്ന കുടുംബാന്തരീക്ഷം ആത്മീയമായി വളരുവാൻ വിനോയിയെ സഹായിച്ചു. മദ്ബഹ ശുശ്രൂഷകനായും മറ്റും സഹകരിച്ച് പള്ളി ആരാധനയിൽ സജീവ സാന്നിധ്യമായി വിനോയി മാറി. 1970-ലും 71-ലും അഖില മലങ്കര തലത്തിലെ പാഠ്യ മത്സരത്തിലും പ്രസംഗ മത്സരത്തിലും 1ാം സ്ഥാനക്കാരൻ വിനോയിയായിരുന്നു. റാന്നി എസ് സി ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ബിനോയ് കുര്യൻ. അന്ന് ഞങ്ങൾ കോമ്പസിഷനിലെ മൈസെൽഫ് എന്ന ഭാഗം എഴുതുമ്പോൾ whom do you wish to become എന്ന ആ ചോദ്യം ചോദിക്കുമ്പോൾ അന്ന് ബിനോയ് കുര്യൻ എഴുതി, ഞാനൊരു വൈദികനാകാനായിട്ട് ആഗ്രഹിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു വൈദിക വൃത്തി എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. ഞങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള റോഡിൽ കൂടി ഒരു കൊച്ചു ബാലൻ വളരെ ചുരുക്കോടുകൂടി നടന്നു പോകുന്നു ഇന്നും എന്റെ സ്മരണയിൽ നിലനിൽക്കുകയാകുന്നു. SLC പഠിച്ച സന്ദർഭത്തിൽ SLCക്ക് അന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ബിനോയ് കുര്യൻ. റാന്നി ഹൈസ്കൂളിൽ നിന്ന് ആ വർഷത്തെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി SSLC പരീക്ഷ പാസായ വിനോയി തുടർന്ന് റാന്നി സെയിന്റ് തോമസ് കോളേജിൽ നിന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രിയും ഫിസിക്സ് ഐച്ഛിക വിഷയമായെടുത്ത് ബിരുദ പഠനവും പൂർത്തിയാക്കി. BSc കഴിഞ്ഞുള്ള അവധിക്കാലത്ത് ഇടവക വികാരിയായിരുന്ന തേക്കാട്ടിൽ TC എബ്രഹാം കോർ എപ്പിസ്കോപ്പയോടൊപ്പം ദേവലോകം അരമന ചാപ്പലിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനിയെ സന്ദർശിച്ചതാണ് വിനോയിയുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിന് അവസരമൊരുക്കിയത്. അഭിമന്യ തിരുമേനിയെ ആദ്യമായി വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്കായിട്ട് പ്രവേശിപ്പിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം കോട്ടയം വൈദിക സെമിനാരിയിൽ ചേരുന്നതിന് വളരെയേറെ അദ്ദേഹത്തോടൊപ്പം നടന്ന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും സെമിനാരിയിൽ ശുപാർശ ചെയ്യുകയും അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിമാരുടെ റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങുന്നതിനും സെമിനാരിയിൽ ചേരുന്നതിനും പഠിക്കുന്നതിനൊക്കെയും വളരെയേറെ തിരുമേനിയോടൊപ്പം തിരുമേനി ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ വളരെയേറെ പരിശ്രമിച്ചിട്ടുള്ളതായ ഒരു വ്യക്തി എന്നുള്ള നിലയിലും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ പൗരോഹിത്യ പദവിയിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നതിനും പ്രേരണ കൊടുക്കുന്നതിനും അദ്ദേഹത്തിന്റെ ശൈശവ കാലത്ത് വേണ്ട വിധത്തിൽ ഒരു ഭക്തിപരമായ ജീവിതം നയിക്കുന്നതിനും ആവശ്യമായ നേതൃത്വം ഒരു ആത്മീയ പിതാവെന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പള്ളി വികാരി എന്നുള്ള നിലയിലും ഒരു ആത്മീയമായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്നതിന് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. പരിശുദ്ധ ബാവ തിരുമേനിയുടെ നോമിനിയായി 1975 വിനോയി സെമിനാരിയിൽ വിദ്യാർത്ഥിയായി 4 വർഷത്തെ പഠനം പൂർത്തിയാക്കി ബെസ്റ്റ് ഔട്ട് ഗോയിംഗ് സ്റ്റുഡന്റ് എന്ന ബഹുമതിയോടെയാണ് അദ്ദേഹം സെമിനാരി വിട്ടത്. 1979 ഏപ്രിൽ 21 മാതൃ ഇടവകയായ റാന്നി വെള്ളക്കല്ലുങ്കൽ സെയിന്റ് ജോർജ് പള്ളിയിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്കയിൽ നിന്ന് ബിനോയ് കുര്യൻ ഷമ്മാശപട്ടം സ്വീകരിച്ചു. 1980 ജൂലൈ 19 ദേവലോകം അരമന ചാപ്പലിൽ വെച്ച് പരിശുദ്ധ ബാവ തിരുമേനിയിൽ നിന്ന് തന്നെ പൂർണ്ണ ഷമ്മാശപട്ടവും സ്വീകരിച്ചു. ഒരു മാസത്തിനു ശേഷം ഓഗസ്റ്റ് 30 അവിടെ വെച്ച് തന്നെ പരിശുദ്ധ ബാവ തിരുമേനി കശീശ പട്ടവും നൽകി. പരിശുദ്ധ ബാവ തിരുമേനിയുടെ സെക്രട്ടറിയുടെ പൂർണ്ണ ചുമതലയാണ് ബിനോയി അച്ഛന് ലഭിച്ചത്. അതോടെ സഭാതലത്തിൽ അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടു തുടങ്ങി. ഇതോടെ വിനോയി എന്ന പേര്
ബിനോയി എന്നാക്കി വിളിക്കപ്പെട്ടു. ഫാദർ സഖറിയ പേരങ്ങാട്ടെന്നും ബിനോയി അച്ഛനെന്നുമുള്ള പേര് ഏറെ പ്രചാരത്തിലായി. ബാവ തിരുമേനി കാലം ചെയ്യുന്നതുവരെ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ബിനോയി അച്ഛൻ സഭയുടെ ചരിത്രത്തിലെ സുവർണയുഗമായി പരിഗണിക്കപ്പെടുന്ന ആ കാലയളവിൽ ബാവ തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്ക് സെക്രട്ടറി എന്ന നിലയിൽ സജീവമായ പ്രവർത്തന പിന്തുണ നൽകി. പരിശുദ്ധ ബാവ തിരുമേനിയുടെ സെക്രട്ടറിയായിരുന്ന കാലത്ത് തന്നെ ദേവലോകം അരമന മാനേജർ, പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ഓഫീസ് സെക്രട്ടറി, കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി, സഭാ പ്രസിദ്ധീകരണ വകുപ്പ് അംഗം, പള്ളി ഉപകരണ നിർമ്മാണ വിതരണ ചുമതല എന്നിങ്ങനെ സുപ്രധാന നിലകളിൽ പ്രവർത്തിച്ചു. ദേവലോകം അരമന ചാപ്പൽ, കുമ്മനം സെയിന്റ് ജോർജ് പള്ളി, കാരാപ്പുഴ ഗ്രിഗോറിയോസ് പള്ളി, പീരുമേട് എസ്റ്റേറ്റ് ചാപ്പൽ എന്നിവിടങ്ങളിലെ വികാരിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. മലങ്കര സഭയുടെ രണ്ടാം കാതോലിക്കയായ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവ കബറടങ്ങിയിരിക്കുന്ന വള്ളിക്കാട്ട് ദയറയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി 1982 ബിനോയി അച്ഛനെ ചുമതലപ്പെടുത്തി. പകൽ സമയം ദേവലോകം അരമനയിൽ പ്രവർത്തിച്ചുകൊണ്ടുതന്നെ വൈകുന്നേരം മുതൽ അടുത്ത ദിവസം രാവിലെ വരെ ദയറായിൽ താമസിച്ച ബിനോയി അച്ഛൻ വള്ളിക്കാട്ട് ദയറായിക്ക് ഒരു പുതുയുഗം സമ്മാനിച്ചു. നിരന്തരമായ ബലിയർപ്പണത്താലും ധൂപാർപ്പണത്താലും പ്രാർത്ഥനയാലും സാന്ദ്രമായ ദയറായും പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കബറിടവും അനേകം വിശ്വാസികളുടെ ആശ്രയമായി. വാകത്താനം പ്രദേശത്തിനാകെ അനുഗ്രഹദായകമായ പുണ്യകേന്ദ്രമായി വള്ളിക്കാട്ട് ദയാറ മാറി. 1991 ഏപ്രിൽ 27 പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനി സ്ഥാനത്യാഗം ചെയ്തതോടെ ബിനോയി അച്ഛന്റെ കൂടുതൽ ശ്രദ്ധ വള്ളിക്കാട്ട് ദയറായിക്ക് ലഭിച്ചു തുടങ്ങി. 1992 ഡിസംബർ 5 ബിനോയി അച്ഛൻ ഔഗേൻ റമ്പാനായി. ഔഗേൻ എന്നാൽ വിശുദ്ധ ജന്മം എന്നർത്ഥം. വിശുദ്ധ വഴിയിലൂടെ കർമ്മനിരതനായ ഔഗേൻ റമ്പാച്ചന്റെ നേതൃത്വത്തിൽ ദയറായിൽ നിരവധി വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. വന്നിയ ഔഗേന്മാർ ദീവന്യാസ്യോസ് തിരുമേനിയുമായിട്ടുള്ളതായ ബന്ധം എനിക്ക് വളരെ അടുത്ത ബന്ധവും വളരെ ദീർഘകാല ബന്ധവുമാണ് ഉള്ളത്. വള്ളിക്കാട് ദേറായുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളുടെയും എല്ലാവിധമായ ശ്രദ്ധയും എല്ലാവിധമായ പരിചരണവും അവർക്ക് ആവശ്യമായ ആത്മീയവും ലൗകികവുമായ എല്ലാവിധമായ പോഷണങ്ങളും നൽകുന്നതിന് ദീവന്യാസ്യോസ് തിരുമേനി അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. എവിടെയെങ്കിലും രോഗികളുണ്ടെങ്കിൽ അറിയുകയാണെങ്കിൽ അവിടെ അന്നേരം തന്നെ ഓടിയെത്തുക. ആശുപത്രികളാണെങ്കിൽ അവർക്ക് ആവശ്യമായ ക്രമീകരണം നിർവഹിക്കുക. സാമ്പത്തികമായ ഭാരവും പ്രയാസമുള്ളവർക്ക് അതിനാവശ്യമായ കൈത്താങ്ങൾ നിർവഹിക്കുക. മാരകമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് നിരന്തരമായി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്യുക എന്ന് വേണ്ട ഏതെല്ലാം രീതിയിലെ ആരെയൊക്കെ സഹായിക്കാൻ സാധിക്കുമോ അതൊക്കെയും ചെയ്യുന്നതിന് അഭിനന്ദ തിരുമേനിക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. 25 വർഷം പുറകിലെ വള്ളിക്കാട് ദേറായിലെ പെരുന്നാളിനെ അന്ന് എത്തുന്നതായ സമൂഹം എന്ന് പറയുന്നത് ഏതാനും 100 ആളുകൾ മാത്രം, 10, 200 അല്ലെങ്കിൽ 500 ആളുകൾ മാത്രമാണ് അന്ന് എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതല്ല. ഔഗേന്മാർ ദീവന്യാസ്യോസ് തിരുമേനിയുടെ പ്രത്യേകമായ താല്പര്യത്തിലെ സഭയിലെ അംഗമിങ്ങുന്നുമായിട്ട് അനേകം ആയിരങ്ങൾ, 10,000-കണക്കിന് ആളുകളാണ് പെരുന്നാൾ ദിവസം കടന്നു വരുന്നതും ഇവിടെ കബറടങ്ങിയ പരിശുദ്ധ ബാബ തിരുമേനിയുടെ കബറിടത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടും ഇരിക്കുന്നത്. തേജോമയമാം തിരുനയനം പുഞ്ചിരി തൂകുമാവദനം സ്നേഹം തുളുമ്പുന്ന മൊഴികൾ എല്ലാം ഒരോർമ്മയായെന്നാൾ. ഫോണിൽ കൂടെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബന്ധപ്പെടാറുണ്ടായിരുന്നു. തമ്മിൽ അന്വേഷിക്കാറുണ്ടായിരുന്നു. മാസത്തിലൊരിക്കലെങ്കിലും ദേറായിൽ പോയി അവിടെ വെച്ച് കാണാറുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം റമ്പാച്ചനായപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ദേവലോകത്തും പല പ്രാവശ്യം അദ്ദേഹത്തെ കൊണ്ടുപോവുകയും
കൂട്ടത്തിൽ യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബെസേലിയോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഭവന നിർമ്മാണം, വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അനേകർക്ക് സഹായകരമായി തീർന്നു. ഇതിനിടയിൽ മദ്രാസ് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ മാസ്റ്റർ ബിരുദവും റമ്പാച്ചൻ നേടി. വട്ടക്കുന്നേൽ തിരുമേനി എന്നറിയപ്പെടുന്ന പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനി 1996 നവംബർ 8 കാലം ചെയ്തു. അതോടെ ഔഗേൻ റമ്പാച്ചൻ മുഴുവൻ സമയവും വള്ളിക്കാട്ട് ദയറയുടെ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ചു. വായനയിലും പഠനത്തിലും അഗാധമായ താൽപര്യം കാണിച്ചിരുന്ന തിരുമേനി ശ്രദ്ധേയമായ ഏതാനും പുസ്തകങ്ങളുടെ രചയിതാവുമാണ്. ആരാധനാ കാര്യങ്ങളിൽ അതീവ നിഷ്ഠ പുലർത്തിയിരുന്ന ഔഗേൻ റമ്പാച്ചൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന വിശ്വാസികളുടെ സവിശേഷ പങ്കാളിത്തം നേടിയെടുത്തു. ലളിതമായ ജീവിത ശൈലിക്കുടമയായ ഔഗേൻ റമ്പാച്ചന്റെ വ്യക്തിബന്ധങ്ങൾ ജാതിമത ദേശഭേദങ്ങൾക്കുപരിയായിരുന്നു. 2004 ജൂൺ 10 പരുമലയിൽ നടന്ന അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ താരതമ്യേന കൂടുതൽ വോട്ടുകൾ നേടി ഔഗേൻ റമ്പാച്ചൻ എപ്പിസ്കോപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഔഗേന്മാർ ദീവന്നാസോസ് തിരുമേനിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ അവധാനപൂർവ്വം ചിന്തിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു പിതാവാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ ഹോംവർക്ക് ചെയ്താണ് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നത്. സമൂഹത്തിലെ എല്ലാ തുറയിലും പെട്ട ആളുകളോട് അതിനെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ ആരായുകയും ആ അഭിപ്രായങ്ങൾ മനസ്സിൽ മനനം ചെയ്ത് സ്വന്തമായ ഒരു അഭിപ്രായവും തീരുമാനങ്ങളും രൂപപ്പെടുത്തി അത് നടപ്പാക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. 2005 മാർച്ച് 5 പരുമലയിൽ നടന്ന ചടങ്ങിൽ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവ ഔഗേൻ റമ്പാനെ ഔഗേൻ മാർ ദിവന്നാസിയോസ് മെത്രാപ്പോലിത്തയായി വാഴിച്ചു. മെത്രാഭിഷിക്തനായ ഔഗേൻ തിരുമേനിയെ വാഗത്താനത്തേക്ക് സ്വീകരിച്ചാനയിച്ചത് രാജോചിതമായി തന്നെയായിരുന്നു. കഷ്ടതയില്ലിനി തെല്ലും നേടിയ സൗഭാഗ്യം നിത്യം. കഷ്ടതയില്ലിനി തെല്ലും നേടിയ സൗഭാഗ്യം നിത്യം. കർത്താവിൻ കൂടുള്ള വാസം ആത്മാവിൻ അന്ത്യമാം ലക്ഷ്യം. കർത്താവിൻ കൂടുള്ള വാസം ആത്മാവിൻ അന്ത്യമാം ലക്ഷ്യം. തേജോമയമാം തിരുനയനം പുഞ്ചിരി തൂകുമാവദനം. സ്നേഹം തുളുമ്പുന്ന മൊഴികൾ എല്ലാം ഓരോർമ്മയായ
താതാ നിൻ പ്രാർത്ഥനയെന്നും ഞങ്ങൾക്കു കോട്ടയും താങ്ങും. താതാ നിൻ പ്രാർത്ഥനയെന്നും ഞങ്ങൾക്കു കോട്ടയും താങ്ങും. ശുദ്ധരോടൊത്തു നീ നിത്യം ആത്മാർപ്പണത്തോടെയും നിറഞ്ഞ വിശുദ്ധിയോടെയും പൗരോഹിത്യത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയതിന്റെ സമ്മാനം പോലെയാണ് ഔഗേൻ റമ്പാച്ചന് മെത്രാപ്പോലിത്ത സ്ഥാനലബ്ധിയുണ്ടായത്. തേജോമയമാം തിരുനയനം പുഞ്ചിരി തൂകുമാവദനം സ്നേഹം തുളുമ്പുന്ന മൊഴികൾ എല്ലാം ഒരോർമ്മയായ വളരെ സുദീർഘമായ ശുശ്രൂഷയിലെ വളരെ ക്ഷീണിതനായ പരിശുദ്ധ ബാബാദിന്റെ മനസ്സുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് നിൽക്കുവാൻ പ്രയാസമുണ്ടായിരുന്നുവെങ്കിലും ഓക്സിയോസ് ഓക്സിയോസ് ആബൂൻ ഔഗേൻ ദിവന്നാസിയോസ് ഓക്സിയോസ് എന്ന് പറഞ്ഞത് അതിപുരാതനമായ മലങ്കര അപ്പസ്തോലിക സഭയുടെ ഒരു പുതിയ ഇടയന്റെ ശുശ്രൂഷയിൽ ദൈവപരിപാലനയോടൊപ്പം ദൈവജനസമൂഹത്തിന്റെ പ്രതീക്ഷയായി ഉയർത്തപ്പെട്ടതായി ഞാൻ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. യുവാക്കളുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെന്ന് അവരെ സഭയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെയധികം സ്നേഹപൂർവ്വം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഔഗേൻ മാർ ദിവന്നാസിയോസ്. അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഏൽപ്പിക്കുന്ന ആൾക്ക് ഒരുവിധമായ പ്രയാസം ഉണ്ടാകാതെ വളരെ കൃത്യനിഷ്ഠതയോടും വിശ്വസ്തയോടും വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഔഗേൻ മാർ ദിവന്നാസിയോസ്. പരിശുദ്ധ കാതോലിക്ക ബാവയെ സഹായിക്കുന്നതിനായി ദിവന്നാസിയോസ് തിരുമേനിയെ നിയമിച്ചു. 2005 ജൂലൈ 1 ഔഗേൻ മാർ ദിവന്നാസിയോസ് തിരുമേനി ഇടുക്കി ഭദ്രാസനാധിപനായി ചുമതലയേറ്റു. മലയോര പ്രദേശത്തെ സഭാജനങ്ങളുടെ ആത്മീയവും സാമൂഹികവുമായ ഉന്നതി ലക്ഷ്യമാക്കിയാണ് 1982 കോട്ടയം ഭദ്രാസനത്തിൽ നിന്നും വേർപെടുത്തി ഇടുക്കി ഭദ്രാസനത്തിന് രൂപം നൽകിയത്. 2 പതിറ്റാണ്ടിലേറെ പിന്നിട്ടപ്പോഴും കാര്യമായ പുരോഗതി കൈവരിക്കുവാൻ കഴിയാതെയിരുന്ന കാലഘട്ടത്തിലാണ് ദിവന്നാസിയോസ് തിരുമേനി തന്റെ 50ാം പിറന്നാൾ ദിനത്തിൽ ഇടുക്കി ഭദ്രാസനത്തിന്റെ അധിപനാകുന്നത്. ഇടുക്കി ഭദ്രാസനത്തിൽ 34 ദേവാലയങ്ങളാണ് തിരുമേനി ചുമതലയേൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച അവസ്ഥയിലായിരുന്ന 10ലധികം ദേവാലയങ്ങൾ പുനരുദ്ധരിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണവും നയസമീപനവും അദ്ദേഹത്തിന് ഫണ്ട് കളക്ട് ചെയ്യുവാനുള്ള അദ്ദേഹത്തിന്റെ സ്നേഹിതരോടും സുഹൃത്തുക്കളോടുമൊക്കെ ആശയവിനിമയം നടത്തി ഭദ്രാസനത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള പ്രത്യേകമായ ഒരു കഴിവ് അത് എന്നും ആദരിക്കത്തക്കതും അഭിനന്ദിക്കത്തക്കതും സഭയെ മൊത്തമായി ഒരുപോലെ കാണുവാനും ഒന്നടങ്കം സഭാമക്കളെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ അഭിലാഷവും അഭിനിവേശവും എന്നും സ്മരിക്കത്തക്കതാണ്. തിരുവനന്തപുരത്ത് പോലീസ് മർദ്ദനമേറ്റ വൈദികരെ കാണുവാൻ തക്കവണ്ണം ഓരോ വൈദികരുടെയും വിശ്വാസികളുടെയും വീടാന്തരം കയറിയിറങ്ങി അവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം സഭയിൽ ഒരു മെത്രാപ്പോലീത്ത മാത്രമേ മുതിർന്നിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സഭയോടുള്ള സ്നേഹവും സഭാമക്കളോടുള്ളതായ കരുതലും ആ സംഭവത്തിലൂടെ എന്നും ഓർക്കപ്പെടേണ്ടതായ വസ്തുതയാണ്. ഇടുക്കിയിലെ മിക്ക പള്ളികളുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു. തിരുമേനിയുടെ സജീവ താൽപര്യത്തിൽ അവിടെയെല്ലാം സമഗ്രമായ വികസനങ്ങൾക്ക് വഴി തുറക്കുകയായിരുന്നു. ഔഗേൻ മാർ ദിവന്നാസിയോസ് തിരുമേനിയുമായിട്ട് വളരെ കുറഞ്ഞ കാലയളവിൽ അടുത്ത് ഇടപഴകുവാൻ ഉള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇടുക്കി ഭദ്രാസനത്തിന്റെ പുരോഗതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ തീക്ഷ്ണത എന്നെ വളരെയേറെ ആകർഷിച്ചു. ആ ഒരു താല്പര്യത്തിലാണ്
പിന്നീടുള്ള അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം പിന്നീടുള്ള കാലയളവിൽ അവിടുത്തെ വിവിധ പുരോഗമന പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് പ്രചോദനം നൽകിയത്. അദ്ദേഹത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലുള്ള കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളിലും മറ്റുമുള്ള സുതാര്യതയും സൂക്ഷ്മതയും ദുരിതമനുഭവിക്കുന്നവരോടുള്ള സഹാനുഭൂതിയും ഒക്കെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടവയാണ്. നമ്മുടെ സഭയിലെ നേതൃത്വത്തിന് അദ്ദേഹം എന്നും ഒരു നല്ല മാതൃകയായിരിക്കും. ഇടയ്ക്ക് അരമന ചാപ്പലിന്റെയും അരമനയുടെയും പണികൾ തിരുമേനിയുടെ നേതൃത്വത്തിൽ ദ്രുതഗതിയിൽ പുരോഗമിച്ചു. അരമനയുടെ താൽക്കാലിക കൂദാശയും നിർവഹിക്കപ്പെട്ടു. പരിശുദ്ധനായ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവാ തിരുമനസിന്റെ സെക്രട്ടറിയായും ആധുനിക വള്ളിക്കാട് ദേറായുടെ ശില്പിയായും ഇടുക്കി ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തായുമായി തിരുമേനി ചെയ്ത സേവനങ്ങൾ സഭയും സമൂഹവും എന്നും ഓർമ്മിക്കപ്പെടുന്നതാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഇത്ര കരുത്തുറ്റ പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ചെയ്തു തീർത്ത മെത്രാപ്പൊലീത്തന്മാർ മറ്റാരുമുണ്ടെന്ന് പറയുവാൻ കഴിയില്ല. ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലീത്തയായി 2 വർഷക്കാലം സേവനമനുഷ്ഠിച്ച കാലം ചെയ്ത ഔഗന്മാർ ദിവന്യാസ തിരുമേനി ഈ ഭദ്രാസനത്തെ സ്നേഹിച്ചതും ഇതിന്റെ നടത്തിപ്പിൽ കാണിച്ച ശുഷ്കാന്തിയും വളരെ അഭിനന്ദനീയമാണ്. ഭദ്രാസനത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി തിരുമേനി സ്തുത്യർഹമായ സേവനമാണ് ചെയ്തിട്ടുള്ളത്. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനും വീടുകൾ വെച്ചു കൊടുക്കുന്നതിനും തിരുമേനി വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. 2007 ഏപ്രിലിൽ പൂർത്തിയായ കൊങ്കിരിപ്പെട്ടി സെന്റ് തോമസ് കത്തീഡ്രലിന്റെ കൂദാശയായിരുന്നു. പള്ളി കൂദാശയ്ക്ക് ശേഷം അന്ന് ഇടുക്കി അരമനയിലെ അന്തേവാസികളോടൊപ്പം കുർബാന അനുഷ്ഠിച്ച ശേഷം അവർക്കൊപ്പം ഫോട്ടോ എടുക്കുവാൻ തയ്യാറായ തിരുമേനി പല ഫോട്ടോകളും എടുത്ത ശേഷം അവസാനം തന്റെ ഒറ്റയ്ക്കൊരു ചിത്രമെടുക്കാൻ ആവശ്യപ്പെട്ടു. കണ്ണടച്ച് ഫോട്ടോക്കിരുന്ന തിരുമേനി പറഞ്ഞു, കാലം ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് കാണാനാണ്. തമാശ പോലെ അന്നെടുത്ത ഈ ചിത്രം വേദനിപ്പിക്കുന്നൊരോർമ്മയാണിന്ന്. എത്രയേറെ കരുതലും സ്നേഹവുമാണ് ആ പിതാവ് ഈ മലയോരത്തിലെ ദരിദ്രരായ മക്കൾക്ക് വേണ്ടി പങ്കുവച്ചത്. തന്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സഭയോടുള്ള വലിയ സ്നേഹവും സാധാരണ ജനങ്ങളോടുള്ള വലിയ ആത്മബന്ധവും ഒരു സന്യാസവര്യന്റെ ഉത്തമമായ എല്ലാ ലക്ഷണങ്ങളും കോർത്തിണക്കി ഈ ഭദ്രാസനത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ആ പിതാവ് നിർവഹിച്ച എല്ലാ ശുശ്രൂഷയെയും ഈ ഭദ്രാസനത്തിലെ എല്ലാ ജനങ്ങളും എന്നും ഹൃദയപൂർവ്വം തലമുറകളായി ആഘോഷിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കും. ശുശ്രൂഷകളും ആരാധനയും അതിന്റെ ശ്രേഷ്ഠതയിൽ തന്നെ നിർവഹിക്കപ്പെടണമെന്ന നിർബന്ധ ബുദ്ധി തിരുമേനി എക്കാലവും പുലർത്തിയിരുന്നു. ദൈവത്തിന്റെ അവരുടെ നമ്മുടെ
അത്ഭുതവും മഹനീയവുമായ തത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭരണത്തിരിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോവുകയും ദൂരസ്ഥന്മാരോട് സമീപസ്ഥന്മാരും മരിച്ചുപോയവരോട് ജീവനോട് നമ്മുടെ അപേക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ ഉത്തരവുത്തപ്പെട്ടവരും ഈ തത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങൾ വാങ്ങിയവരുടെ ആത്മാക്കളെ ആശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അംഗീകരിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താലെ പോകുകയും എന്തായാലും ബലഹീനരായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും ചെയ്യുന്നു. ഞാൻ സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് തിരുമേനി ഇവിടെ വരുന്നതും. ഞാൻ ക്യാൻസർ പേഷ്യൻ്റ്. തിരുമേനിയുടെ പ്രാർത്ഥനയും പ്രവർത്തനവും എന്നിൽ വളരെയധികം പ്രചോദനം തന്നു. പ്രാർത്ഥനയിൽ കൂടാണ് എനിക്ക് വളരെ സൗഖ്യം കിട്ടിയതും. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എന്റെ മനസ്സിനെ പതിക്കുന്ന ഒരു സംഭവം, ഈ ഏപ്രിൽ മാസം 10-ാം തീയതി ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് കുമളിയിലേക്ക് യാത്ര ചെയ്തു വരും. ഈ അരമനയുടെ വാതിക്ക് വന്നപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഒരു വർഷം മുൻപ് അഭിനന്ദനായ ഔഗന്മാർ ദിവനാസോസ് തിരുമേനി മസ്കറ്റിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് എന്റെ ഇടവകയിലെ ഒരു 4 വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ ധനസഹായം തിരുമേനി ലഭ്യമാക്കണം തിരുമേനിയുടെ ആവശ്യം. അത് തിരുമേനി അത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ദൈവം അതിനനുവദിക്കാതിരുന്നുണ്ടാവാം. ഏതായാലും തിരുമേനി ഈ ലോകത്തോട് വിട പറഞ്ഞു. അവർക്ക് പഠിക്കുവാനുള്ള ഒരു സാഹചര്യമില്ലാതിരുന്നു. അതിൽ ഒരാള് സ്കൂൾ വിദ്യാഭ്യാസം തന്നെ ഉപേക്ഷിച്ച് കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ എന്റെ മനസ്സിൽ തട്ടി ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഞാൻ 3-4 പേരെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് തിരുമേനി ചെയ്തില്ല എന്ന് പറഞ്ഞു. വളരെ അത്യത്ഭുതകരമായി അതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ 7:01 എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടേതാണ്. ആ വ്യക്തി എന്നോട് 2 പേരെ പഠിപ്പിക്കാനായിട്ടുള്ള പൈസ ഞാൻ തരാം. അപ്പൊ ഇതിനെ തിരുമേനിയുമായിട്ട് സംസാരിച്ചപ്പോൾ തിരുമേനി എന്നോട് ആവശ്യപ്പെട്ടിരുന്നാണ് പിള്ളേരെ പഠിപ്പിക്കണമെന്ന്. അതുകൊണ്ട് 2 പേരെ പഠിപ്പിക്കാനുള്ള പൈസ ഞാൻ എത്തിച്ചേരാമെന്നോട് പറഞ്ഞു. പരിശുദ്ധ പ്രാർത്ഥന ഈ പള്ളിയും ഞങ്ങളെയും വാഴ്ത്തിരിക്കണമേ. ബാലേ
വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ജീവനായി തൈലം ഒഴിക്കപ്പെടുന്നു. തിരുമേനി ആദ്യമായി നിർവഹിച്ച കാൽകഴുകൽ ശുശ്രൂഷ അതിൽ പങ്കുചേർന്നവർക്ക് നൽകിയത് അനിർവചനീയമായൊരനുഭൂതിയായിരുന്നു. സ്വാഗതമേ തന്റെ മേൽവസ്ത്രങ്ങളെ മാറ്റിയിട്ട് ഒരു തൂവാലയെടുത്ത് അരയിൽ ചുറ്റി ആരാധകരെ മലിനര
ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരുടെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പിലും വിശുദ്ധിയിലും മശീഹ തമ്പുരാന് പ്രീതികരമായ ജീവിതത്താലും لمرياش بها عليهن رحمة والمين آمين اليون قاعد يشود من يوحنون شليخو കഷ്ടാനുഭവത്തിന്റെ ഈ ദിവസങ്ങളിൽ ഈ ദിവ്യമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരും കർത്താവിന്റെ തൃക്കരങ്ങളാൽ കഴുകപ്പെട്ടവരും ശുദ്ധീകരിക്കപ്പെട്ടവരും അസൂയ, നിഗളം, വിദ്വേഷം മുതലായ എല്ലാ പൈശാചിക വ്യാപാരങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളപ്പെട്ടവരും കർത്താവിന്റെ ദിവ്യമായ സ്നേഹത്താൽ നിറയപ്പെട്ടവരും എല്ലാവരോടും ക്ഷമിക്കുന്നവരും എല്ലാവരെയും സ്നേഹിക്കുന്നവരും എല്ലാവരെയും ശുശ്രൂഷിക്കുന്നവരും കർത്താവിനെ മാതൃകയാക്കി ജീവിക്കുന്നവരുമായി തീരുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. 2007 ജൂൺ 6 ബുധനാഴ്ച ദേവന്നാസിയോസ് തിരുമേനി ഇടുക്കിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അന്ന് രാവിലെ പരിമല സെമിനാരിയിലേക്ക് പോയിട്ട് മടങ്ങി വരുന്നത് മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും പോകുന്നില്ല എന്നാണ് തിരുമേനി പറഞ്ഞത്. പിന്നീട് വളരെ വേഗം ഇടുക്കിയിലേക്ക് പോകുവാനായിട്ടുള്ള തീരുമാനമെടുത്തതും അവിടേക്ക് പോകുവാനുള്ള കുട്ടികൾക്കായിട്ടുള്ള ബുക്ക് കളക്ട് ചെയ്യുവാനായിട്ട് കൂടെ ഉണ്ടായിരുന്നവരെ പറഞ്ഞയക്കുകയും ചെയ്തത്. എന്നിട്ട് വളരെ വേഗം തന്നെ തിരുമേനി ഡ്രസ് ചെയ്ത് ഒരുങ്ങി പതിവ് പോലെ ബാവായുടെ കബറിടത്തിലും മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിലും പ്രാർത്ഥിച്ചതിന് ശേഷം പതിവ് പോലെ വണ്ടിയിൽ കയറി പോവുകയായിരുന്നു ചെയ്തത്. പതിവുള്ളതുപോലെ ദേറായിലുണ്ടായിരുന്ന ഓരോ അംഗങ്ങളും തിരുമേനിയുടെ കൈമുത്തി യാത്രയായി ആക്കുകയും ചെയ്തു. ഇത് ഒരു അന്ത്യയാത്രയായിരുന്നു എന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. തിരുമേനിയിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ച പ്രത്യേകത തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതവും വൃത്തിയുള്ള ജീവിത നിഷ്ഠയുമായിരുന്നു. അവിടെ എല്ലാ ദിവസവും നമസ്കാരങ്ങൾക്ക് ശേഷം 15 മിനിറ്റെങ്കിലും പരിശുദ്ധ മദ്ബഹായിൽ കയറി രഹസ്യ പ്രാർത്ഥന നടത്തുന്ന പതിവ് തിരുമേനിക്ക് ഉണ്ടായിരുന്നു. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവരെ കരുതുന്നതിൽ തിരുമേനി പ്രത്യേക തൽപരനായിരുന്നു. എവിടെ പോയിട്ട് മടങ്ങി വന്നാലും ദേറായിലുള്ള കുട്ടികൾക്കോ അവിടെ ഉള്ളവർക്കോ വേണ്ടി തിരുമേനിയുടെ കൈവശം എന്തെങ്കിലും കൊണ്ടുവരുന്ന പതിവ് തിരുമേനിക്കുണ്ട്. രാവിലെ 9 മണി കഴിഞ്ഞ് രണ്ടാം കാതോലിക്ക ബാവയുടെ കബറിടത്തിലും പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവയുടെ ചിത്രത്തിനു മുൻപിലും പ്രാർത്ഥിച്ച് KL5W 5007 നമ്പർ സ്കോർപിയോയിൽ തിരുമേനി ഇടുക്കിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഏതാണ്ട് 9:45 കോട്ടയം കുമളി നാഷണൽ ഹൈവേ 220 18-ാം മൈലിൽ ചെങ്കൽ പള്ളി പാലത്തിന് തൊട്ടു മുൻപായി എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി തിരുമേനി സഞ്ചരിച്ച സ്കോർപിയോ അതിശക്തമായി കൂട്ടിമുട്ടി. ആകെ തകർന്ന വാഹനത്തിനുള്ളിൽ തൽക്ഷണം തന്നെ തിരുമേനി ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടു. നിർധനരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്ന തിരുമേനി അവസാന യാത്രയിലും അവർക്കായി കരുതിയിരുന്ന പാഠപുസ്തകങ്ങളും കുടകളുമെല്ലാം അപകടസ്ഥലത്ത് ചിതറിക്കിടന്നു. തേജോമയമാം തിരുനയനം
പുഞ്ചിരി തൂകുമാവദനം, സ്നേഹം തുളുമ്പുന്ന മൊഴികൾ, എല്ലാം ഒരോർമ്മയായന്ന. 7-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7 മണിയായപ്പോൾ വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് കബറടക്ക ശുശ്രൂഷയുടെ 6-7 ഭാഗങ്ങൾ നടത്തി. 11 മണിയായപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാവയുടെയും നിയുക്ത കാതോലിക്ക ബാവയുടെയും മറ്റു മെത്രാപ്പോലിത്താമാരുടെയും കാർമ്മികത്വത്തിൽ കബറടക്കത്തിന്റെ അവസാന ശുശ്രൂഷകൾ ആരംഭിച്ചു. തുടർന്ന് ഹൃദയഭേദകമായ വിടവാങ്ങൽ ശുശ്രൂഷ ആരംഭിച്ചു. വൈദികരാൽ വഹിക്കപ്പെട്ട തിരുമേനിയുടെ ഭൗതിക ശരീരം ഉയർത്തിക്കൊണ്ട്, ഞാൻ ശുശ്രൂഷിച്ച വിശുദ്ധ ദേവാലയമേ, സമാധാനത്തോടെ വസിക്കുക. ഞാൻ ശുശ്രൂഷിച്ച വിശുദ്ധ മദ്ബഹായെ, സമാധാനത്തോടെ വസിക്കുക എന്ന യാത്ര ചോദിക്കൽ മരവിപ്പോടെയാണ് വിശ്വാസികൾ കേട്ടത്. മറുപടിയായി, അങ്ങ് സമാധാനത്താലേ പോകുക എന്ന് പറയുവാൻ അവർ നന്നേ പാടുപെട്ടു. തുടർന്ന് കബറടക്കത്തിനായി വിശുദ്ധ മദ്ബഹായ്ക്ക് തെക്ക് ഭാഗത്തായുള്ള മുറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയുടെ സമീപത്തേക്ക് നീങ്ങി. ദുഃഖം തളം കെട്ടി നിന്ന അന്തരീക്ഷത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിശ്ചലതയോടെ, ശാന്തതയോടെ കബറടക്ക ശുശ്രൂഷകൾ പൂർത്തീകരിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ച് തിരുമേനിയുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടു. ജീവിതകാലം മുഴുവനും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ജീവിതമൊഴിഞ്ഞുവെച്ച ആ മഹാത്മാവ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. എങ്കിലും വിശ്വാസികൾക്ക് അനുഗ്രഹമേകി ഒരു വിശുദ്ധനായി അവരുടെ മനസ്സുകളിൽ ഔഗേൻ തിരുമേനി ഇന്നും ജീവിക്കുന്നു. ഔഗേൻ 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 വിശുദ്ധമായൊരു ജന്മം, വള്ളിക്കാട്ടിലുറങ്ങും താതാ, പരിശുദ്ധനാകും പിതാവേ. ഔഗേൻ 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 വിശുദ്ധമായൊരു ജന്മം, വള്ളിക്കാട്ടിലുറങ്ങും താതാ, പരിശുദ്ധനാകും പിതാവേ. ഔഗേൻ 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 വിശുദ്ധമായൊരു ജന്മം, വള്ളിക്കാട്ടിലുറങ്ങും താതാ, പരിശുദ്ധനാകും പിതാവേ. ഔഗേൻ 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 വിശുദ്ധമായൊരു ജന്മം, വള്ളിക്കാട്ടിലുറങ്ങും താതാ, പരിശുദ്ധനാകും പിതാ.